എടാ, ഈ മൂങ്ങ എന്തിനാണ് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ കണ്ണും മേടിച്ചിരിക്കുന്നത്? അതൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടിട്ടാ. അതേത് കാര്യം? പണ്ട് പണ്ട് ഈ മൂങ്ങകള് സാധാ പക്ഷികളെ പോലെ തന്നെ രാവിലെ നോർമലായിട്ട് ഇരുന്നിട്ട് രാത്രി ഇതേപോലെ കണ്ണ് അടച്ചു കിടന്ന് ഉറങ്ങുന്ന ടീംസ് ആയിരുന്നു. മൂങ്ങയില് കല്യാണം കഴിഞ്ഞവരുണ്ടാവില്ല, അപ്പൊ അതില് ഭർത്താക്കന്മാര് മൂങ്ങകള് രാവിലെ സമയത്ത് പണിക്ക് പോകും, ഭാര്യമാര് ഇവരെ വിടും, അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി രാത്രി കിടന്ന് ഉറങ്ങും. അങ്ങനെ ശീലിച്ച് പോണവരായിരുന്നു ഈ മൂങ്ങകള്. അപ്പൊ പിന്നെന്തോ പറ്റി? കുറച്ചു നാൾക്ക് ശേഷം ഈ മൂങ്ങ ഭർത്താക്കന്മാര് രാത്രി പണിക്കെന്നും പറഞ്ഞ് പോണ്. അപ്പൊ ഈ ഭാര്യ മൂങ്ങമാർക്ക് ഭയങ്കര ഒരു സംശയം, മിക്ക മൂങ്ങ ഭാര്യമാരുടെ ഉറക്കം പോയി. ഇവർക്കൊരു അയൽക്കൂട്ടമൊക്കെ ഉണ്ട്, അതായത് മൂങ്ങ പെണ്ണുങ്ങൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടം പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഈ മൂങ്ങ പെണ്ണുങ്ങള് മൂങ്ങ അമ്മച്ചിമാരെല്ലാരും അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പൊ എല്ലാവരുടെ ഭർത്താക്കന്മാരും ഇതേപോലെ രാത്രി പോണുണ്ട്. അപ്പൊ ഇവളുമാർക്ക് കൂടെ പോകരുതോ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ രാത്രി വെച്ച് പിടിച്ചേനെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സംശയം. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരുന്ന് പറയണാണ്, എന്തായിരിക്കോടി നിന്റെ കെട്ടിയവൻ അവിടെ പോണത്, എന്തായിരിക്കോടി എന്റെ കെട്ടി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇവരെല്ലാരും പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് രാത്രി ഇതേപോലെ ഈ ഭർത്താക്കന്മാര് പോണെന്ന് പറയുമ്പോ ഞാനും കൂടെ വരട്ടെ എന്ന് അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഇവര് എങ്ങാനും നമ്മളെ കൊണ്ടുപോകില്ലെങ്കിൽ ഇവർക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ട്, ഇവർക്ക് വേറെ മൂങ്ങപ്പെണ്ണുങ്ങളായിട്ട് അവിഹിതം ഉണ്ട്, അതുകൊണ്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകാത്തത്. അപ്പൊ അവര് കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് പോണേണ്. എല്ലാരും പിരിഞ്ഞുപോയി. വീട്ടിൽ ചെന്നിട്ട് രാത്രിയായ സമയത്ത് മൂങ്ങച്ചക്കൻ പോണെന്ന് പറയുമ്പോഴത്തേക്കും മൂങ്ങപ്പെണ്ണ് ഈ മൂങ്ങേട്ടായി എന്നും വിളിക്കും, സ്നേഹം കൂടുമ്പോഴത്തേക്കും മൂട്ടായി എന്നും വിളിക്കും. മൂട്ടായി. ആ, മൂങ്ങയുടെ മൂയും ഏട്ടായിയുടെ ഏട്ടായിയുടെ ടായി, ടായി. അതാണ് മൂട്ടായി എന്നും വിളിക്കും. ഈ ചോദിക്കണെന്ന് വെച്ചൊരു പാട്ടിന്റെ രൂപത്തിലാണ് ഇവര് ചോദിക്കണം. അപ്പൊ ആ പാട്ട് നിനക്ക് പാടിത്തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഞാനും വരട്ടെ, ഞാനും വരട്ടെ, മൂങ്ങേട്ടന്റെ പണി സ്ഥലത്ത്. വേണ്ട വാവച്ചി, വേണ്ട മൂങ്ങച്ചി, നീയുണ്ടേലൻ പണി മുടങ്ങും. കൂകു കൂകു കൂകിക്കൊണ്ടടുത്തിരിക്കാം, മൂങ്ങേട്ടനെ ഉറങ്ങാതെ തിരുമ്മിത്തരാം. വേണ്ട മൂങ്ങച്ചി, വേണം മൂട്ടായി, ഏട്ടായിക്ക് കലിപ്പ് കേൾക്കാതെ. ഞാനും വരട്ടെ, ഞാനും വരട്ടെ, മൂങ്ങേട്ടന്റെ പണി സ്ഥലത്ത്. വേണ്ട വാവച്ചി, വേണ്ട മൂങ്ങച്ചി, നീയുണ്ടേലൻ പണി മുടങ്ങും. അപ്പൊ ഇവൻ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ ഇവിടെ. ഈ മൂട്ടായിമാര് ഇവരെ കൊണ്ടുപോകാത്തോണ്ടിട്ട് ഈ മൂങ്ങപ്പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടായി. അപ്പൊ അതിനുശേഷം മൂങ്ങപ്പെണ്ണുങ്ങളെല്ലാം ഭർത്താക്കന്മാർ അറിയാണ്ട് ഫോളോ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കും. ഇരിക്കാൻ സമയത്ത് ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കും, മുഖത്തിനേക്കാളും വലിയ കണ്ണുമായി. അത് അടക്കാനും പറ്റാത്ത ഒരവസ്ഥയായി രാത്രി. സംശയരോഗം മൂത്തിട്ടാണ്. അപ്പൊ ഇതാണ് ശരിക്കും മൂങ്ങകളെന്തിന് കണ്ണും തുറപ്പിരിക്കണെന്നുള്ള കാര്യം. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന വെച്ച ടീംസാണ്. ഈ അയൽക്കൂട്ടമാണ് ആകെ കൊളവാക്കിയത്, മൂങ്ങ അയൽക്കൂട്ടം. നിനക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നടാ?